വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഫ്രൂട്ട്സ് പുഡിംഗ് ഉണ്ടാക്കാം. ഫ്രൂട്ട്സ് വെച്ചിട്ടൊരു പുഡിംഗ് ഉണ്ടാക്കാം, ഗ്ലാസ് പുഡിംഗ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏത് ഫ്രൂട്ട്സ് ആയാലും കുഴപ്പമില്ല. ഇവിടെ ഞാൻ കുറച്ച് ഓറഞ്ച്, മുന്തിരി, തണ്ണിമത്തൻ, മാങ്ങ, പഴം, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. അത് ഓറഞ്ചിനും മുന്തിരിക്കൊക്കെ ഇത്തിരി പുളി ഉണ്ടാവും. അപ്പോൾ ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു സൈഡിൽ മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു പാൻ വയ്ക്കുക. അതിലേക്ക് ഇനി ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം ഒന്ന് ചൂടാറാൻ വേണ്ടി വെള്ളം ഒന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക്. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കണം. ചൈന ഗ്രാസ് ഞാൻ ഇവിടെ 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസാണ് ഒരു പാക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഷീറ്റായിട്ടുള്ള ചൈന ഗ്രാസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് പകുതി ഇടാൻ പാടുള്ളൂ. 5 ഗ്രാം ചൈന ഗ്രാസ് ഇപ്പോൾ ഞാൻ ഇടുന്നുള്ളൂ. 2 ഗ്ലാസ് വെള്ളത്തിന് 5 ഗ്രാം ചൈന ഗ്രാസ് കറക്റ്റ് അളവാണ്. അപ്പോൾ അത്ര ഇട്ടാൽ മതി. ഇനി ചൈന ഗ്രാസിൻ്റെ പൊടി വരുന്നുണ്ട്. പൊടിയാണ് ഇടണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ ഇട്ടാൽ മതി. അധികം ചൈന ഗ്രാസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം വല്ലാണ്ട് തണുത്ത് വരുമ്പോൾ ജെല്ലി പോലെ ആവും. അപ്പോൾ നമുക്കത് കോരി ഒഴിക്കാൻ പറ്റാത്ത പാകമാവും. അതുകൊണ്ട് ചൈന ഗ്രാസൊക്കെ കറക്റ്റ് അളവിന് എടുക്കുക. എന്നിട്ട് ഇത് നന്നായി തിളപ്പിച്ചെടുക്കുക. തിളച്ച് നന്നായി ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിക്കുക. തിളയ്ക്കും തോറും ചൈന ഗ്രാസൊക്കെ നന്നായി ഉരുകി നമ്മൾ സാധാ വെള്ളം പോലെ തന്നെ ആയി വരും. ഇപ്പം ഇടയ്ക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി തിളപ്പിക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 3/4 ഭാഗത്തോളം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് വെള്ളത്തിലേക്ക്. അപ്പോൾ മുഴുവനായും അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ മധുരത്തിന് ആവശ്യമായ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും പഞ്ചസാരയും ചൈന ഗ്രാസൊക്കെ കൂടെ നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി എസെൻസ് ചേർക്കുക. അത് ഞാനിവിടെ നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കണ പൈനാപ്പിൾ എസെൻസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ചേർക്കുന്നത്. അത് ഒരു 2-3 തുള്ളി ചേർത്താൽ മതി. അത് പൈനാപ്പിൾ എസെൻസ് തന്നെ വേണമെന്നില്ല, ഏത് എസെൻസും ചേർക്കുക. പക്ഷെ പൈനാപ്പിൾ എസെൻസ് ചേർക്കുമ്പോൾ നമ്മൾ മിക്സിന് കളർ വ്യത്യാസം വരില്ല. മറ്റ് വാനില എസെൻസും മറ്റുള്ള എസെൻസൊക്കെ ചേർക്കുമ്പോൾ കളർ ചേഞ്ച് വരും അതിന്. അപ്പോൾ നമ്മൾ ഗ്ലാസ് പുഡിംഗ് ആയതുകൊണ്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ പുറത്തേക്ക് കാണുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് കളർ ചേഞ്ച് വന്നാൽ നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും പുറത്തേക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പൈനാപ്പിൾ എസെൻസാണ് ഒഴിച്ചിട്ടുള്ളത്. അതൊന്ന് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. നന്നായി ചൂടാറരുത്, ചെറു ചൂടാവുമ്പോൾ ഒരു 1/2 ഗ്ലാസ് അതിൽ നിന്ന് നമുക്ക് മാറ്റി വയ്ക്കണം. ഈ മാറ്റി വെച്ചതിലേക്ക് നമുക്ക് കുറച്ച് സ്ട്രോബെറി മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇത് മേലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നിർബന്ധമില്ല, മുഴുവനായിട്ടും പ്ലെയിൻ ചൈന ഗ്രാസ് വേണമെങ്കിൽ ഇത് ഒഴിക്കേണ്ട കാര്യമില്ല. ഈ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇത് മുഴുവൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പുഡിംഗ് ഉണ്ടാക്കാനുള്ളൊരു ട്രേ എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക. ടൂട്ടി ഫ്രൂട്ടി ഉള്ളത് കാരണം ഇട്ട് കൊടുത്തത് നിർബന്ധമില്ല. അത് പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നതാണത്. ഇനി ഇതിലേക്ക് നമുക്ക് ചൈന ഗ്രാസിൻ്റെ മിക്സ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് ചെറു ചൂടായതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നത്. മുഴുവനായിട്ടും ചൂടാറിയാൽ അത് ജെല്ലി പോലെ ആവും. അപ്പോൾ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക.
ഇനി നമ്മൾ നേരത്തെ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എടുക്കുക, അതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ കുറേശ്ശെ ഇട്ടിട്ട് അതൊന്ന് മുഴുവനായിട്ടും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ഒറ്റ ലെയറിലാണ് പുഡിംഗ് ഉണ്ടാക്കുന്നത്. ചെറിയ പുഡിംഗ് ട്രേ ആണെങ്കിൽ നമുക്ക് 2 ലെയറിലാക്കി ഉണ്ടാക്കിയെടുക്കുക. ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ. നമ്മൾ ടീസ്പൂൺ വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചൈന ഗ്രാസിലേക്ക് അത് നന്നായി അമർന്നിട്ട് നല്ല ഫില്ലായിട്ട് ഇരുന്നോളും. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി കുറച്ചുകൂടെ ചൈന ഗ്രാസിൻ്റെ മിക്സ് ബാക്കിയുണ്ട്, അതും ഇതിൻ്റെ മേലെ ഒഴിച്ച് വെക്കുക. ഇനി ഒരു അരമണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് സെറ്റാവാൻ വയ്ക്കാം. ഇതിന് ശേഷമാണ് ഇതിൻ്റെ മേലെ സ്ട്രോബെറി മിക്സ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഇനി നമുക്ക് സ്ട്രോബെറി മിക്സ് ഒഴിച്ചു കൊടുക്കുക, മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വീണ്ടും സെറ്റ് ചെയ്യാൻ വയ്ക്കുക. ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് മുറിച്ചെടുക്കുക. ഇപ്പോൾ നല്ല തണവോട് തന്നെ ഉപയോഗിക്കുന്നതാണ് പുഡിങ്ങിൻ്റെ ടേസ്റ്റ്. പിന്നെ ഇത് പുഡിങ്ങിൻ്റെ ഉള്ളിൽ ഫ്രൂട്ട്സ് ആയ കാരണം മുറിച്ചെടുക്കുമ്പോൾ ശരിക്കും ഷേപ്പൊക്കെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് മുറിച്ചെടുക്കുക. നമ്മൾ ഫ്രൂട്ട്സൊക്കെ പുറത്തേക്ക് കാണുന്നത് കൊണ്ടാണ് ഇതിന് ഗ്ലാസ് പുഡിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.